ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി ഞാൻ ഒരു 2 മണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂറിന് കുതിരായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ വെള്ളം ഒഴിവാക്കിയിട്ട് അരി മാത്രം വാരിയിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് മൈദ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് മൈദയാണ് വേണ്ടത് കേട്ടോ. ഇനി നമ്മളുടെ ബാക്കി വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോഴിമുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ട മാവിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം, മുട്ട കൂടെ ചേർക്കുമ്പോൾ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ദോശ മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ മൈദ ചേർത്ത് 1/2 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിരുന്നു. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അപ്പസോഡയില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മാത്രം. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് അപ്പസോഡ ചേർത്തത്. നിങ്ങളിത് 2-3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പസോഡയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പസോഡ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കലക്കി അപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നതുകൊണ്ടാണ് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു രീതിയിലായിരിക്കണം വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ മതിയെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ആ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. ചൂടായിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് കോരി ഒഴിച്ച് കൊടുക്കാൻ. കോരി ഒഴിച്ച് കഴിയുമ്പോൾ ഇതേപോലെ നന്നായിട്ട് ഹോളുകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കറി കൂട്ടിയിട്ടും കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കാം. അപ്പോൾ ഒരു തവി മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഹോൾസൊക്കെ വരും. അപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചട്ടിക്ക് വേണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലോട്ട് വെക്കുകയും വേണ്ട കേട്ടോ. അങ്ങനെ ആ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഈ അപ്പം ചുട്ടെടുക്കാൻ. അപ്പോൾ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ടും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് ഞാൻ സാധാരണ ഇവിടെ കഴിക്കില്ല. നമുക്ക് മീൻ കറിയോ ചിക്കൻ കറിയോ ഏതൊരു കറിയുടെ ഒപ്പവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് മധുരം ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യാക്കി കൊടുക്കുക. നെയ്യാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇതിന് പകരം ആ പാലിലേക്ക് പഞ്ചസാര ചേർത്താലും മതിയാകും. അപ്പോൾ ഇവിടെ ചിലർക്ക് പഞ്ചസാര വേണം, ചിലർക്ക് പഞ്ചസാര വേണ്ട. അതുകൊണ്ട് ഞാൻ പാലിലേക്ക് പഞ്ചസാര ചേർക്കാറില്ല കേട്ടോ. പാൽ ഇതേപോലെ ഏലക്കപ്പൊടി ഇട്ടിട്ട് തേങ്ങാപ്പാലിലേക്ക് ഏലക്കപ്പൊടി ഇട്ടിട്ട് നെയ്യിൽ ഉള്ളി തൂമിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കഴിക്കാം. ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.